നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യ ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുതുതായി കമ്മീഷൻ ചെയ്ത ആണവോർജ്ജ അന്തർവാഹിനി INS അരികട്ടിൽ നിന്നാണ് പുതിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നതെന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. നിർമ്മാണത്തിൽ കാണിച്ച ആ രഹസ്യ സ്വഭാവം ഈ പരീക്ഷണത്തിലും പ്രതിരോധ മന്ത്രാലയം കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 3500 കിലോമീറ്റർ വരെ കടന്നു ചെന്ന് ആക്രമിക്കാൻ ശേഷിയുള്ളതാണ് ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്ന ഈ മിസൈൽ. നവംബർ 27-നും 30-നും ഇടയിൽ 3490 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈൽ പരീക്ഷണത്തിനായി ഇന്ത്യൻ എയർമാൻമാർക്ക് ഒരു അറിയിപ്പ് നൽകിയിരുന്നു. രാജ്യത്തിന്റെ ആണവ അന്തർവാഹിനികളെ ആയുധമാക്കുന്നതിനായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അതായത് DRDO വികസിപ്പിച്ചെടുത്തതാണ് K4 മിസൈൽ. US, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിനകം 5000 കിലോമീറ്റർ പരിധിയിലുള്ള SLBM നിലവിലുണ്ട്. 6000 ടൺ ഭാരമുള്ള INS അരികട്ടിൽ നിന്ന് പരീക്ഷിച്ച ഖര ഇന്ധനമുള്ള K4 മിസൈലാണ് പരീക്ഷിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സബ്മേഴ്സിബിൾ പോണ്ടൂണുകളിൽ നിന്ന് മാത്രമേ K4 ഇതുവരെ പരീക്ഷിച്ചിരുന്നുള്ളൂ. അതിനാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത്. വിശാഖപട്ടണത്ത് ബംഗാൾ ഉൾക്കടലിലായിരുന്നു പരീക്ഷണം. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ അന്തർവാഹിനിയിൽ നിന്നുള്ള വിക്ഷേപണം ഇന്ത്യയുടെ നാവികശേഷിയുടെ സുപ്രധാന നാഴികക്കല്ലാണ്. അതേസമയം മിസൈൽ ഉദ്ദേശിച്ച പാരാമീറ്ററുകൾ പാലിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പരീക്ഷണ ഫലങ്ങൾ ശ്രദ്ധാപൂർവ്വം വിശകലനം ചെയ്യുമെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-15 മിസൈലുകൾ വഹിക്കുന്ന INS അരിഹന്തിൽ നിന്ന് വ്യത്യസ്തമായി K4 മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന അന്തർവാഹിനിയാണ് അരികട്ട്. ഇന്തോ പസഫിക് സമുദ്രമേഖലയിലെ 750 കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിന് INS അരികട്ട് ഉപയോഗപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാനും അരികട്ടിന് സാധിക്കും. ഓഗസ്റ്റ് 29-നാണ് INS അരികട്ട് കമ്മീഷൻ ചെയ്തത്. ആദ്യത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ അരിഹന്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും. 7000 ടൺ ഭാരമുള്ള മൂന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ INS അരിതമന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. അടുത്ത വർഷത്തോടെ ഇത് കമ്മീഷൻ ചെയ്യുമെന്നാണ് വിവരം. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരികട്ട്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കമാൻഡിന് കീഴിലായിരിക്കും അരികട്ടിന്റെ പ്രവർത്തനം. 780 കിലോമീറ്റർ ദൂരപരിധിയുള്ള 12 സാഗരിക ആണവ ബാലിസ്റ്റിക് മിസൈലുകളോ 3500 കിലോമീറ്റർ മുതൽ 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള 4 K4 ആണവ മിസൈലുകളോ വഹിക്കാൻ അരികട്ടിന് ശേഷിയുണ്ട്. ആണവ മിസൈലുകൾ ഉൾപ്പെടെ അന്തർവാഹിനിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 113 മീറ്റർ നീളമുള്ള അന്തർവാഹിനിയുടെ ഭാരം 6000 ടണ്ണാണ്. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിലായിരുന്നു INS അരികട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. 24 K-15 BO-5 ഷോർട്ട് റേഞ്ച് മിസൈലുകളും ഇതിൽ വിന്യസിച്ചിട്ടുണ്ട്. അരികട്ടിന് ശേഷമുള്ള മറ്റൊരു ആണവ അന്തർവാഹിനിയായ അരിതമൻ അടുത്ത വർഷത്തേക്ക് കമ്മീഷൻ ചെയ്യുമെന്നാണ് വിവരം. അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഡ്രോണുകളും ഇതിനുള്ളിൽ ഉണ്ടാകും. സമുദ്രാന്തര ഭാഗത്ത് 980 മുതൽ 1400 അടി വരെ ആഴത്തിലേക്ക് പോകാനും ഈ അന്തർവാഹിനിക്ക് സാധിക്കും. തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളാണ് ആണവ അന്തർവാഹിനിയുടെ നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തുന്നത്. ഇന്തോ പസഫിക് മേഖലയിലെ ദീർഘദൂര പെട്രോളിംഗാണ് പുതിയ ആണവ അന്തർവാഹിനി കൊണ്ട് ലക്ഷ്യം വെക്കുന്നതും. അരിഹന്തും സമാനമായ ചുമതലയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം 2 ആണവ അന്തർവാഹിനി വഴിയുള്ള നിരീക്ഷണത്തിലൂടെ മേഖലയിലെ ചൈനയുടെ കടന്നുകയറ്റത്തെ ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ.